ഇനി ഈ സദ്വാർത്ത ആദ്യമായിട്ട് അറിയിക്കുന്ന ആരോടാണ്? ഇടയന്മാരോടാണ്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാരിൽ മിക്കവരും ആട്ടിടയന്മാരായിരുന്നു. ആബേൽ ഒരാട്ടിടയനായിരുന്നു, യാക്കോബ് ഒരാട്ടിടയനായിരുന്നു, പൂർവ്വ യൗസേപ്പ് ഒരാട്ടിടയനായിരുന്നു, മോശ ഒരാട്ടിടയനായിരുന്നു, ദാവീദ് ഒരാട്ടിടയനായിരുന്നു, ആമോസ് ഒരാട്ടിടയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയന്മാര് ഇവര് പുറപ്പാട് പുസ്തകത്തിൽ അവര് ഫറവോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവര് ഗോഷൻ പ്രദേശത്ത് താമസിക്കാനായിട്ട് അവര് തീരുമാനം എടുക്കുമ്പോൾ ജോസഫ് അവരോട് പറയും, നിങ്ങൾ പറയണം ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ആട്ടിടയന്മാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയന്മാരോട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന ജനതയോടാണ് ഈ സുവിശേഷം ആദ്യമായി അറിയിക്കപ്പെടുന്നത്. അതാണ് ഇടയന്മാര് പ്രതിദാനം ചെയ്യുന്നൊരു സൂചന. രണ്ടാമത്തേത്, മറ്റൊരു ആത്മീയ അർത്ഥം കൂടിയുണ്ട്. ഈ ഇടയന്മാരോട് ഇത് പറയാം. ഒരു വാക്യം ഞാൻ വായിക്കാം, 10-ാമത്തെ വാക്യം, 2:10. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്ത് സന്തോഷത്തിന്റെ സദ്വാർത്ത? എല്ലാ ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. ആരാണ് ഈ ആട്ടിടയന്മാരെന്നറിയാവോ? അതായത് ഈ നാട്ടിൽ ഒരു കാര്യം നടന്നാൽ ഏറ്റവും അവസാനം അതറിയാൻ സാധ്യതയുള്ള ആളുകളാണ് ഈ ആട്ടിടയന്മാർ.